മുഖ്യമന്ത്രി തർക്കത്തിൽ കെ.പി.സി.സി വൈസ് പ്രസിഡന്റും കായംകുളം മണ്ഡലത്തിലെ നിയുക്ത എം.എൽ.എയുമായ എം. ലിജുവിൻ്റെ പ്രതികരണം. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും താൻ അത് അംഗീകരിക്കും. നേതാക്കളല്ല പാർട്ടിയാണ് വലുതെന്നും എം. ലിജു ആലപ്പുഴയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നിലധികം പേരുകൾ ഉയരുന്നത് ജനാധിപത്യത്തിന്റെ മനോഹാരിതയാണെന്ന് കെ.പി.സി.സി വൈസ് പ്രസിഡന്റും നിയുക്ത കായംകുളം എം.എൽ.എയുമായ എം. ലിജു പറഞ്ഞു. മുഖ്യമന്ത്രിയാകണമെന്നതിനെക്കുറിച്ചും കോൺഗ്രസ് അണികൾ അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് തെറ്റില്ല. തങ്ങളുടെ നേതാക്കന്മാർക്ക് സിന്ദാബാദ് വിളിക്കാം, അഭിവാദ്യങ്ങൾ അർപ്പിക്കാം, അവരുടെ മികവിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ അതേസമയം തന്നെ എൻ്റെ നേതാവ് മികച്ചതാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു നേതാവിനെ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന ഒരു സംസ്കാരത്തോട് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ലെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രകടനം നടത്തുമ്പോൾ കെ.സി. വേണുഗോപാൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഫ്ലക്സ് വലിച്ചേറിക്കളയുക, അതിൻ്റെ കൂടെയുള്ള ഉമ്മൻചാണ്ടിയുടെ ചിത്രം വലിച്ചേറിക്കളയുക, മറ്റൊരു ആളുകൾ അപ്പുറത്തിരിക്കുന്ന ഫ്ലെക്സിൽ പോയി തുപ്പുക, ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം ശക്തമായൊരു മെസ്സേജ് നേതാക്കന്മാർക്കും അണികൾക്ക് നൽകിയിട്ടുണ്ട്. വ്യക്തിഹത്യ അരുത്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മികച്ച നേതാക്കന്മാരുടെ പേരുകൾ നിർദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് പാർട്ടിയിലെ നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നത്, മറ്റ് പാർട്ടിയിലെ നേതാക്കന്മാരെ ഇത്രത്തോളം രൂക്ഷമായി ആക്രമിക്കാറുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. നവമാധ്യമങ്ങളിലും അല്ലെന്നുണ്ടെങ്കിൽ തെരുവുകളിലും കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന രൂക്ഷത യഥാർത്ഥത്തിൽ മറ്റ് പാർട്ടിയിലെ നേതാക്കന്മാരോട് ഇവർ ആരെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. വളരെ കൃത്യമായൊരു നടപടിക്രമമാണ്, വർഷങ്ങളായി പിന്തുടരുന്നൊരു നടപടിക്രമമാണ് AICC ഈ കാര്യത്തിൽ നടപ്പിലാക്കിയത്. AICC നിരീക്ഷകരെ പ്രഖ്യാപിച്ചു. നിരീക്ഷകർ വന്ന് പാർലമെൻ്ററി പാർട്ടി വിളിച്ചു ചേർത്തു. പാർലമെൻ്ററി പാർട്ടിയിൽ ഒറ്റവരി പ്രമേയം, ഞാൻ ആ പാർലമെൻ്ററി പാർട്ടി പങ്കെടുത്ത ഒരാളാണ്. ഒറ്റവരി പ്രമേയം, അതായത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ നിയമിക്കാനുള്ള ചുമതല അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് നിയോഗിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഐക്യകണ്ഠേന കൊടുത്തൊരു പ്രമേയമാണ്, ഐക്യകണ്ഠേന കൊടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന് ശേഷം AICC ഒബ്സർവർമാർ ഓരോ MLA-മാരെ കണ്ടു. അപ്പോൾ അവിടെ ആദ്യം ഈ വോട്ടെടുപ്പ് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങൾ അങ്ങനെ വാർത്തയുണ്ടായിരുന്നു, രഹസ്യ ബാലറ്റ് അല്ലെങ്കിൽ കൈപൊക്കി വോട്ടിടൽ, ഒറ്റയ്ക്കുള്ള കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ AICC ഒബ്സർവർമാർ പറഞ്ഞു, കൗണ്ടിങ്ങിൻ്റെ ഒന്നും കാര്യമല്ല. AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത്തരമൊരു കണക്കെടുപ്പല്ല ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊരു തീരുമാനങ്ങൾ എടുക്കുകയാണ്, എല്ലാവരെക്കുറിച്ചും അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയാണ്. പ്രഖ്യാപനം എന്ന് വന്നാലും അന്ധമായ ആരാധക സമൂഹത്തോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ കോൺഗ്രസിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ നേതാവിനുമെതിരെ പലരും പറയുന്ന ആക്ഷേപങ്ങൾ, BJP-യും CPM-ഉം പോലും പറയാൻ മടിക്കാത്ത ആക്ഷേപങ്ങൾ അഴിച്ചുവിടുകയാണ്, നവമാധ്യമങ്ങളിൽ എഴുതി തകർക്കുകയാണ്. ഞാൻ ഏതെങ്കിലും ഒരു ആളെ ഉദ്ദേശിച്ച് പറയുന്ന ആണെന്ന് കരുതരുത് കേട്ടോ. വളരെ കൃത്യമായ സ്ക്രിപ്റ്റഡ് ഡോക്യുമെന്റ്സ് എല്ലായിടവും പടരുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. ഇതിനു മുമ്പും കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഇതിന് ശേഷവും കോൺഗ്രസ് ഉണ്ട്, ഇനി അങ്ങോട്ട് കോൺഗ്രസ് ഉണ്ട്. ആരൊക്കെ തീർന്നാലും ആരൊക്കെ അവസാനിച്ചാലും ഈ നാടിൻ്റെ മൂല്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്, രാജ്യത്തെ മൂല്യങ്ങൾ നിലനിൽക്കുന്നുള്ള കോൺഗ്രസ്. അതുകൊണ്ട് ആരാധക വൃന്ദം ശാന്തരാകൂ എന്നുള്ളതാണ് പറയാനുള്ളത്. അല്പം ഒരു പൊടിക്കടങ്ങണം, ഇവരെല്ലാം ഒരു പൊടിക്കടങ്ങണം. പറയുന്നത് കൊണ്ട് ഭീഷണിപ്പെടുത്തിയും അതല്ലെന്നുണ്ടെങ്കിൽ നവമാധ്യമങ്ങളോട് ആക്ഷേപിച്ച് നിർത്താമെന്ന് കരുതണ്ട. കാരണം ഈ പ്രസ്ഥാനത്തോടുള്ള ആത്മാർത്ഥം കൊണ്ട് തന്നെ പറയുകയാണ്, ഇവരാരും ഇല്ലെങ്കിലും കോൺഗ്രസ് നിലനിൽക്കും. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തിയതിന് ശേഷം ഭീഷണി കൊണ്ടും അല്ലെങ്കിൽ മറ്റെന്തും കൊണ്ടും രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെ അട്ടിമറിക്കാമെന്ന് കരുതണ്ട. രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും അതാണ് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന കോൺഗ്രസ് ജനാധിപത്യ മതേതര വിശ്വാസികളുടെ താല്പര്യം. എൻ്റെ താല്പര്യം അതാണ്. അത് ശരിയായ തീരുമാനം അവരെടുക്കുമെന്ന വിശ്വാസവുമുണ്ട്, നീതിയുക്തമായ തീരുമാനം ഉണ്ടാകുന്ന വിശ്വാസമുണ്ട്. അല്ല ആക്ഷേപങ്ങൾ കൊണ്ട് യാതൊരു കാര്യമില്ല. അമ്പലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം. ലിജു. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്ന പേരുകളെല്ലാം മികച്ചവയാണ്. ഫ്ലെക്സ് വയ്ക്കുന്നതും കീറുന്നതും തുപ്പുന്നതും നല്ല പ്രവണതയല്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആരെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചാലും താൻ അംഗീകരിക്കുമെന്നും ലിജു പറഞ്ഞു. നേതാക്കളെ അപമാനിക്കാനുള്ള അവകാശം ആർക്കുമില്ല. BJP-യും CPM-ഉം പറയാത്ത ആക്ഷേപങ്ങളാണ് നേതാക്കൾക്കെതിരെ വരുന്നത്. രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനം അംഗീകരിക്കും. തങ്ങളുടെ വിശ്വാസം രാഹുൽ ഗാന്ധിയിലാണെന്നും ലിജു പറഞ്ഞു. UDF പ്രവർത്തകരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല വിജയിച്ചത്, താൻ ഉൾപ്പെടെ ജയിച്ചത്
UDF അനുഭാവികളുടെ വോട്ട് മാത്രം ലഭിച്ചിട്ടല്ല, പിണറായി ഭരണം അവസാനിപ്പിക്കാനാണ് വോട്ട് ലഭിച്ചത്. ജനത്തിന് വലിയ പ്രതീക്ഷകളുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നത് ശരിയായ കാര്യമല്ലെന്നും എം. ലിജു കൂട്ടിച്ചേർത്തു.